ഹായ് ഫ്രണ്ട്സ്, എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. രാവിലെ ഉറക്കം എഴുന്നേറ്റ് വന്നാൽ ഞാൻ ആദ്യം ബാൽക്കണിയിലോട്ടാണ് പോകുന്നത്. എന്തിനാണെന്നറിയാമോ? ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക, സൂര്യനെ ഒന്ന് കാണുക, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയുക, മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും ഞാനിവിടെ ബാൽക്കണിയിൽ വരുന്നത്. അത് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണെന്നേ. അതായത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ കൈമുതലായിട്ട്. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ സാവകാശം എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണെന്നോ, ഒരുപാട് ജോലികളുണ്ട് അവിടെ. ഇതെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ വീടിൻ്റെ ഹോളാണ്. ഹോളിനോട് ചേർന്നിട്ടാണ് ഇവിടുത്തെ കിച്ചൺ. ഇനി ഞാൻ ലക്ഷ്യമിടുന്നത് കിച്ചണിലേക്കാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് കോഫി കുടിക്കണ്ടേ, അമ്മാമ്മയ്ക്ക് കോഫി കൊടുക്കണം, എനിക്ക് പാല് കുടിക്കണം. എന്തായാലും പാല് തിളപ്പിക്കാനുള്ള പാത്രം എടുത്ത് കയ്യിൽ വെച്ചു. എന്നൊരു സന്തോഷം, എന്നൊരു സമാധാനം. വീണ്ടും ഞാൻ ചുറ്റും ഒന്ന് നോക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടോ. കാരണം ഇന്നലെ ഇവിടെ ക്ലീനിങ് ഡേ ആയിരുന്നു. എനിക്ക് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സിങ്കിലിരിക്കുന്ന പാത്രം ഞാൻ ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ടുള്ള പാത്രമാണ്, അതൊന്ന് ക്ലീൻ ചെയ്യണം. വീണ്ടും ഞാൻ പോകുന്നത് അമ്മാമ്മ എഴുന്നേറ്റോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അമ്മാമ്മ എഴുന്നേറ്റിട്ടില്ല. ഞാൻ വീണ്ടും പോകുന്നത് എൻ്റെ പ്രാഥമിക കർമ്മങ്ങളിലേക്കാണ്. എനിക്ക് പല്ല് തേക്കണം. അങ്ങനെ എന്തായാലും എൻ്റെ സുന്ദരമായ ബ്രഷ് ഞാൻ എടുത്തിട്ടുണ്ട്. പല്ല് തേക്കട്ടെ. പല്ല് തേപ്പിന് ശേഷം അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെക്കണം. കാരണം രാവിലെ നമ്മൾ ബാൽക്കണിയിൽ പോയി നിൽക്കുന്നത് കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ച് അതിനിടയ്ക്ക് തന്നെ അമ്മാമ്മ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മേരിയേ, നീ എവിടെയാണ്? എന്നെ ഇവിടെ മേരി എന്നാട്ടോ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും അമ്മാമ്മയുടെ അടുത്തോട്ടും ഓടി ചെന്നു. അമ്മാമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അമ്മാമ്മനെ ടോയ്ലറ്റിലോട്ടൊക്കെ ആക്കി. ഇതിനിടയിൽ കൂടെയൊക്കെ ചെയ്യുന്ന കേട്ടോ. ഇതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്തായാലും അമ്മാമ്മനെ ടോയ്ലറ്റിലോട്ടാക്കി, അമ്മാമ്മയുടെ ബെഡൊക്കെ വൃത്തിയാക്കി. വീണ്ടും ഓടടാ ഓട്ടം. എന്തിനാണെന്നറിയാമോ? കിച്ചണിലോട്ട്. കാരണം അമ്മാമ്മ വരുമ്പോഴത്തേക്കും അമ്മാമ്മയ്ക്ക് കോവ് റെഡിയാക്കണം. ഞാൻ എന്തായാലും പാല് കാച്ചാനുള്ള പാത്രമൊക്കെ ഒന്ന് കഴുകി അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചു. കാരണം ചില സമയത്ത് അമ്മാമ്മ ചിലപ്പോൾ ചായ ചോദിക്കും. അപ്പോഴേ വെള്ളം ചൂടായില്ലെങ്കിൽ എന്ത് ചെയ്യും? സമയം പോകൂലായോ. എന്തായാലും അതൊക്കെ ഒന്ന് ഓണാക്കി വെച്ചു. വീണ്ടും പാല് കാച്ചാനുള്ള പാത്രവുമായിട്ട് നമ്മുടെ ഗ്യാസ് അമ്മാവനെ സമീപിച്ചു. അപ്പോഴാണ് പാലൊക്കെ എടുത്തു. എനിക്കും എൻ്റെ അമ്മാമ്മയ്ക്കും ആവശ്യത്തിനുള്ള പാലൊഴിച്ചു. അതിനുശേഷം ഇനി ഗ്യാസുമായിട്ടുള്ള അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചില സമയത്ത് സെറ്റായിട്ടിരിക്കില്ല, ചില സമയത്ത് കിടന്ന് ആടിക്കളിക്കും. അന്നേരം എനിക്ക് സങ്കടം വരും. ചില സമയത്തൊക്കെ പാല് തട്ടിപ്പോകാറുമുണ്ട്. അന്നേരം അമ്മാമ്മ കാണാതെ ഞാനതങ്ങ് തുടച്ചു കളയും. കാരണം അമ്മാമ്മ കണ്ടു കഴിഞ്ഞാൽ പറയും, ഇത്രയും പാല് തട്ടിപ്പോയോ എന്നൊക്കെ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് അതങ്ങനെ ഇരിക്കൂലെന്നേ, അതുകൊണ്ടാണ്. അങ്ങനെ എന്തായാലും ഈ ഒരു യുദ്ധത്തിൽ വിജയകരമായിട്ട് മോളിക്കുട്ടി ജയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഇങ്ങനെയാണ്, ഒരു 3-4 മിനിറ്റ് എടുക്കും ഇതൊന്ന് സെറ്റാക്കി വെക്കാനായിട്ട്. എന്തായാലും അടുപ്പിലെല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞാൻ വീണ്ടും അമ്മാമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, കോഫി പൗഡർ ഇതെല്ലാം ഗ്ലാസ്സിലോട്ട് ആക്കുകയാണ് കേട്ടോ. പഞ്ചസാരയുടെ അളവ് കൊണ്ട് ആരും ഞെട്ടണ്ട, അമ്മാമ്മയ്ക്ക് ഇത്രയും പഞ്ചസാര വേണം. മക്കളോട് ഞാൻ ഇതിനെക്കുറിച്ച് വന്ന സമയത്തൊക്കെ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മാമ്മയ്ക്ക് ഷുഗർ ഒന്നുമില്ല, അമ്മാമ്മയ്ക്ക് ആവശ്യമുള്ള പഞ്ചസാര കഴിക്കാം, നോ പ്രോബ്ലം. അതുകൊണ്ട് മോളിക്കുട്ടിയും ഹാപ്പി, അമ്മാമ്മയും ഹാപ്പി. പഞ്ചസാര അഥവാ ഇത്തിരി കുറഞ്ഞു പോയാൽ അമ്മാമ്മ പറയും, മോളി പഞ്ചസാരയില്ല എന്ന് പറയും. പിന്നീട് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ അമ്മാമ്മയുടെ മെഡിസിനൊക്കെ റെഡിയാക്കി വെച്ചു, പ്രാർത്ഥന ബുക്കൊക്കെ റെഡിയാക്കി വെച്ചു, അമ്മാമ്മയ്ക്ക് കഴിക്കാനുള്ള കേക്ക് റെഡിയാക്കി വെച്ചു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും പാല് തിളച്ചു. പാല് പിന്നെ ഗ്ലാസ്സിലോട്ട് എടുത്തു. ഇനി അമ്മാമ്മയ്ക്ക് കൊടുക്കണം, മനസ്സിലായോ? അതിന് മുന്നേ അമ്മാമ്മൻ്റെ റൂമിൽ നിന്ന് സാവകാശം വിളിച്ചിട്ട് വരണം. ഇതൊക്കെ വളരെ ആസ്വദിച്ച് വളരെ ഹാപ്പി ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്നാ ഒരു സന്തോഷമാണെന്നറിയാമോ? സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഏകാന്ത ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ടും നമുക്ക് സമീപിക്കാമെന്ന് കുറേ മാസങ്ങൾ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എന്തായാലും അമ്മാമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഞാൻ സാവകാശം അമ്മാമ്മയുടെ റൂമിൽ പോയി അമ്മാമ്മനെ വിളിച്ചിട്ട് വരുവാണ് കേട്ടോ. ഇനി ഈ യൂതന്മാരുടെ ആചാരം അനുസരിച്ച് ഇവർ എന്താഹാരം കഴിക്കുന്നതിന് മുന്നേയും കൈ കഴുകാറുണ്ട്. നമ്മുടെ പീലാത്തോസിൻ്റെ ഒരു അനുസ്മരണം കൂടെയാണ് ഇവർ ചെയ്യുന്നത്. എന്തായാലും അതിനുശേഷം അമ്മാമ്മയെ അവിടെ സ്വസ്ഥാനത്ത് കൊണ്ടിരുത്തി അമ്മാമ്മ കാപ്പി കുടിക്കുന്നു. അതേസമയം തന്നെ ഞാനും പാലും കേക്കുമാണ് എനിക്ക് കഴിക്കാൻ. ഞാനും എന്തായാലും എൻ്റെ ആഹാരമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി കഴിച്ചു. പാത്രമൊക്കെ കഴുകി വെച്ചു. ഇനി എന്താണ് അടുത്ത പരിപാടി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ അങ്കിൾ കൂവേ 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 എന്ന് പറഞ്ഞ് എന്നെ കിടന്ന് വിളിക്കുക. ഞാൻ പോയി തുണിയെല്ലാം എടുത്തു, വെളിയിൽ ബാൽക്കണി കൊണ്ടുപോയി എല്ലാം വിരിച്ചിട്ടു. പിന്നീട് ആലോചനയാണ്, ഇന്ന് എന്ത് ചെയ്യും? കാരണം ഇന്ന് വെള്ളിയാഴ്ച ഇല്ലയോ, പെട്ടെന്ന് ജോലി ഒതുക്കണം.
അപ്പോഴമ്മാമ്മ പറഞ്ഞു, കിഴങ്ങെടുത്തു, നിനക്ക് പ്രിയപ്പെട്ടതല്ലേ കിഴങ്ങ്. കിഴങ്ങെടുത്തു. കിഴങ്ങ് വൃത്തിയായിട്ട് തൊലി കഴുകി ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യാം എന്നുള്ള ധാരണയിൽ അങ്ങനെ എത്തിച്ചേർന്നു. അങ്ങനെ എന്ത് തന്നെ ആയിക്കോട്ടെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കിഴങ്ങ് കട്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ചോപ്പറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൈകൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ എന്തായാലും നമ്മുടെ കിഴങ്ങിനെ ഓരോന്നോരോന്നായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോളിക്കുട്ടി. അങ്ങനെ കട്ട് ചെയ്ത് ഒരു വിധമാക്കി കിഴങ്ങ് സെപ്പറേറ്റ്, പിന്നെ ഒരു കുഞ്ഞു സവാള, ഒരു കുഞ്ഞി വെളുത്തുള്ളി, ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാനുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. കിഴങ്ങ് ആദ്യം വേവിക്കേണ്ടായോ. കിഴങ്ങ് വേവിക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചു. പിന്നീട് കുറച്ച് സമയം വീട്ടിലൊക്കെ വിളിച്ച് മക്കളോടൊക്കെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. ഹസ്ബൻഡിനെ വിളിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെയാണ് പാചകവും ഒരേ സമയം നടന്നു. ഏകദേശം നമ്മുടെ കിഴങ്ങ് ഒരുവിധം റെഡിയായി. അപ്പോഴാണ് ഞാൻ വീണ്ടും ആലോചിച്ചു, ഇനി എന്ത്? അതെ, നമ്മുടെ മുട്ട അമ്മാവനെ എടുക്കാം. 3 മുട്ട എടുത്തു, പൊട്ടിച്ചു. അതിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത്. ഉപ്പ് ഇത്തിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇല്ലാതില്ല, കഴിക്കുമ്പോൾ അറിയാം. അമ്മാമ്മ എന്തായാലും അഭിപ്രായം പറയാതിരിക്കില്ല. അങ്ങനെ എന്തായാലും അതൊക്കെ ഒന്ന് റെഡിയാക്കി ഒരു സൈഡിലോട്ടെടുത്ത് വെച്ചു. എന്നിട്ട് പിന്നെയും ഇരുന്ന് ചിന്തിക്കുക, ദൈവമേ ഉപ്പ് കൂടിയോ ഉപ്പ് കുറഞ്ഞോ എന്നൊരു ചിന്ത. സാരമില്ല, കാരണം ഞാൻ ചോറിൽ ഉപ്പ് ചേർക്കാറില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, ബാലൻസ് ചെയ്ത് പോകും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ഒരിത്തിരി ഭംഗി കൂട്ടാൻ വേണ്ടി ഒരിത്തിരി സവാള ചേർത്തു കേട്ടോ. കാരണം അമ്മമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് സവാള. ഇതിനിടയ്ക്ക് തന്നെ നമ്മുടെ കിഴങ്ങ് റെഡിയായി. കിഴങ്ങിൻ്റെ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞു. കിഴങ്ങ് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് കിഴങ്ങിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിലേക്ക് ഞാൻ ഒരു പാൻ വെച്ചു. ഗ്യാസിലേക്ക് ഒരു പാൻ വെച്ചു. അത് വെള്ളമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് ചേർത്തിട്ടില്ല കേട്ടോ. എന്നെ ആരും വഴക്ക് പറയല്ലേ, കാരണം അമ്മാമ്മയ്ക്ക് ഇവിടെ കടുക് ഇഷ്ടമേ അല്ല. കടുക് ചേർത്താൽ അമ്മാമ്മ അത് കഴിക്കില്ല. അമ്മ പറഞ്ഞ് ഇതെന്താണെന്നാണ് എന്നോട് ചോദിക്കുന്നത്. ഞാൻ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയിട്ടും എൻ്റെ അമ്മാമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് എന്തായാലും കുറച്ച് സവാള ചേർത്തു, 2 വെളുത്തുള്ളി കുനുകുനാ കട്ട് ചെയ്ത് ചേർത്തു. ഇനി അത് ഒരുവിധം ഒന്ന് മെൽറ്റായി വന്നപ്പോഴത്തേക്കും, ഇത് കണ്ട് ആരും പേടിക്കണ്ട, ഇതിനിടയ്ക്ക് എന്നെ അമ്മാവ വിളിച്ചു, എനിക്ക് അങ്ങോട്ട് പോകേണ്ടതായിട്ട് വന്നു. എന്തായാലും മൂടി വന്നു. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരിച്ചിരി ഉപ്പ്, എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. മനസ്സിലായോ? ഇതിനിടയ്ക്ക് തന്നെയാണ് അമ്മാമ്മയുടെ കാര്യങ്ങളും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാമ്മയുടെ സ്വകാര്യതയെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോലിപരമായ കാര്യങ്ങളിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അത് മാത്രമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അങ്ങനെ എന്തായാലും കിഴങ്ങൊക്കെ അതിലേക്ക് ചേർത്തു. ഇനി അതിനെ നന്നായിട്ട് ഉടച്ചെടുക്കണം. അതാണ് അടുത്ത യുദ്ധം. എന്തായാലും ആ യുദ്ധത്തിൽ ഞാൻ വിജയകരമായിട്ട് ജയിക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ഇതെല്ലാ ദിവസവും ഒന്നിടവിട്ടെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ്. എന്തായാലും കിഴങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കിഴങ്ങ് സൈഡിലോട്ട് അങ്ങ് മാറ്റി. കാരണം ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് മുട്ട പൊരിക്കണം. അതുകൊണ്ട് നമ്മൾ പാൻ വെച്ചു, ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. അതിനിടയ്ക്ക് തന്നെ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളും സിങ്കിലോട്ടാക്കി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്തില്ലെങ്കിൽ സമയം ഒരുപാട് അതിക്രമിക്കും. മുട്ടയും ഒരേ സമയം റെഡിയാക്കിക്കൊണ്ടിരുന്നു. അതേ സമയം തന്നെ ഞാൻ പാത്രങ്ങളും കഴുകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് സമയമില്ല. കാരണം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3, 3:30, 4 മണിയാകുമ്പോഴത്തേക്കും അമ്മാമ്മയുടെ മക്കൾ വരും നമ്മളെ ശബാത്തിന് കൊണ്ടുപോകാനായിട്ട്. എന്തായാലും ജോലിയും കഴിഞ്ഞു, സിങ്കിലെ പാത്രങ്ങളും എല്ലാം കഴുകി വെച്ചു. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായോ?